أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പഠിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഹദീസ് ക്ലാസ്സിലെ വിഷയം സംസാരത്തിലെ സൂക്ഷ്മത എന്നുള്ളതാണ്. ഈ ഒരു ഹദീസ് എടുത്തിരിക്കുന്നത് വഴിവെളിച്ചം എന്നുള്ള ആത്മവിശുദ്ധിയുടെ പ്രവാചക പാഠങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. സംസാരത്തിലെ സൂക്ഷ്മത. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരടിമ കാര്യമായി ഗൗനിക്കാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വാക്ക് പറയുന്നു, അതുമൂലം അള്ളാഹു അവന്റെ സ്ഥാനങ്ങൾ ഉയർത്തുന്നു. ഒരടിമ കാര്യമായി ഗൗനിക്കാതെ അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു വാക്ക് പറയുന്നു, അതു കാരണം അവൻ നരകത്തിൽ പതിക്കാൻ ഇടയാവുന്നു. ഇതാണ് ഹദീസ്. വളരെ ഹദീസ് വായിച്ചാൽ നമുക്ക് തോന്നും വളരെ സിമ്പിൾ ആണ്, ജീവിതത്തിൽ പകർത്താൻ വലിയൊരു പ്രയാസം ഇല്ലാത്തൊരു കാര്യമെന്ന് തോന്നിയേക്കാം. പക്ഷെ വളരെ പ്രയാസകരമായ ഒരു ഹദീസാണിത്. നമുക്ക് ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഹദീസാണിത്. അതായത് നാവിനെ സൂക്ഷിക്കുക. ഒരു വാക്ക് പോലും നമ്മൾ നിസ്സാരമായി ഗണിക്കുന്ന ചില വാക്കുകൾ ഭയങ്കര ഗൗരവമായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംസാരത്തിൽ ഭയങ്കര സൂക്ഷ്മത പാലിക്കണം എന്നുള്ള ഈ ഹദീസ് വളരെയധികം ഗൗരവം, സ്വർഗപ്രവേശനം വരെ നമ്മൾ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഹദീസാണ്. നമ്മൾ നാവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നാവ് എന്ന് പറഞ്ഞാൽ കയ്പും മധുരവും ഉണ്ട്. അതായത് ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ഹൃദയങ്ങളെ വശീകരിച്ച് കൂടെ നിർത്താനും ബന്ധങ്ങളെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാനും അതിന് കഴിയും. അപ്രകാരം തന്നെ ആഴമേറിയ കൂട്ടുകെട്ടുകളെ പോലും ക്ഷണത്തിൽ തകർത്തെറിയാനും സമൂഹഗാത്രത്തെ ഒന്നടങ്കം കരിച്ചു കളയാനും നാവിന് ശേഷിയുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ബന്ധങ്ങളില് വല്ല വിള്ളലുകളും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും നമ്മൾ ശരിക്കും ആ വിഷയം പഠിക്കുകയാണെങ്കിൽ അതിലൊക്കെ പ്രശ്നം ഒരു പക്ഷെ നാവുകളുടെ പ്രയോഗം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചൊരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് തോന്നും അത് അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ പറയണ്ടായിരുന്നു, ഞാൻ ആ പറഞ്ഞ വാക്ക് ഇതുവരെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോവാ, ആ ഒരു വാക്കാണ് എന്നെ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോവാതെ നിൽക്കുന്നത് എന്ന് പറയാം. അവര് ബാക്കി ചെയ്തതൊക്കെ എനിക്ക് മറക്കും, പക്ഷെ ആ വാക്ക് എന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതായത് ബന്ധങ്ങളൊക്കെ വളരെ അകന്ന് തകർത്തെറിയാൻ തന്നെ ഈ വാക്കുകൾ കാരണമാകാറുണ്ട്. ഇരുതല മൂർച്ചയുള്ള ഒരു കത്തിയെ പോലെയാണ് നാവ്. നന്മയിൽ ഉപയോഗിച്ച് വിജയം നേടാനും തിന്മയിൽ വിനിയോഗിച്ച് പരാജയം വരിക്കാനും നാവ് കൊണ്ട് സാധിക്കുന്നു. ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിലെത്താനും നരകത്തിൽ പതിക്കാനും നാവ് തന്നെ മതി എന്നാണ് മുകളിൽ ധരിച്ച് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇത് മറ്റൊരു ഹദീസുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് രണ്ട് സാധനം നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ അതായത് അത് സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കും എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് നാവ് അല്ലെ, മറ്റേത് ഗുഹ്യസ്ഥാനം. അപ്പൊ അതായത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം സ്വർഗപ്രവേശനം. എങ്ങനെ? ഈ നാവിനെ നിങ്ങൾക്ക് ഗുഹ്യസ്ഥാനം, നാവിനെ സൂക്ഷിക്കാൻ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചും ഉറപ്പ് തരാം സ്വർഗം. പക്ഷേ നിങ്ങൾ തിരിച്ച്, അതായത് നിങ്ങളെ നാവിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പ്രവേശനം ഉറപ്പ് തരാൻ കഴിയില്ല എന്നും മറ്റൊരു തരത്തില് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അതായത് വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വിശ്വാസിയുടെ സ്വഭാവമല്ല. പ്രവാചകന് മറ്റൊരു ഹദീസ് ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് നാവിനെ സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിലെ നമുക്ക് ഒരുപാട് ഹദീസുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. കാരണം ഒരു ഹദീസല്ല, പലതരം ഹദീസുകള് പല രൂപത്തില് നാവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ഹദീസുകൾ നമ്മൾ ഒരു നാവിനെ സൂക്ഷിക്കുക എന്നൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു 10-15 ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെട്ടു എന്നുള്ളതാണ്, പ്രയോഗവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്.
അതിലൊരു ഹദീസാണ്, ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല എന്ത്, കണ്ടതും കേട്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല എന്ന തരത്തിലുള്ള വേറെ ഹദീസ് ഉണ്ട് അല്ലെ. അതായത് അവിടെ കേട്ടത് ഇവിടെ പറഞ്ഞ് എല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുക, പറയുന്നതെല്ലാം സത്യവും സംഭവിച്ചതും തന്നെ ആയിരിക്കും, തെറ്റൊന്നുമില്ല, അതിലൊന്നും പറയുന്നതില്ലാത്തതൊന്നുമല്ല. പക്ഷെ എങ്കിലും കണ്ടതും കേട്ടതും ഒക്കെ പറയാന്നുള്ളത് വിശ്വാസിയുടെ സ്വഭാവമല്ല. അപ്പൊ വാക്കുകൾ എത്ര ചെറുതാണെങ്കിലും അവ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അവയുടെ പേരിൽ താൻ ദൈവസന്നിധിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നതിൽ അവയ്ക്ക് നിർണായകമായ പങ്കുണ്ടെന്നും തിരിച്ചറിഞ്ഞവനാണ് ഒരു മുഅ്മിൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഅ്മിനാണ് നമ്മൾ, വിശ്വാസികളാണ് നമ്മൾ എങ്കിൽ നാവിനെ സൂക്ഷിക്കുക എന്നുള്ള ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സൂക്ഷിക്കുക, തിന്മയിൽ നിന്ന് നാവിനെ അകറ്റി നിർത്തുക. അതിനാൽ സൂക്ഷിച്ച് മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. ആരെ? വിശ്വാസി. ഖുർആനിൽ പറയുന്ന എന്താ വെച്ചാൽ, ഖുർആൻ ഓർമ്മപ്പെടുത്തി, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നല്ല വാക്ക് സംസാരിക്കുക, എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾ നല്ല വാക്ക് സംസാരിച്ചാൽ അള്ളാഹ് ഉറപ്പ് തരികയാണ് എന്ത്, നിങ്ങളുടെ പ്രവർത്തനം നന്നാവും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരൂ എന്നുള്ള സൂറത്തുൽ അഹ്സാബിലെ വാക്കാണ്. അതുപോലെ തന്നെ ഈ പ്രവാചകനെ കുറിച്ച് ആയിഷ ബീവി പറയുന്നത് എന്താണെന്നറിയോ? സംസാരത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളെ പോലെ തുരുതുരാ സംസാരിക്കുന്ന ആളായിരുന്നില്ല. അവിടുന്ന് പറയുന്ന വാക്കുകൾ ഒരാൾക്ക് എണ്ണണമെന്നുണ്ടെങ്കിൽ എണ്ണാൻ പോലും കഴിയുമായിരുന്നു. മനസ്സിലായില്ലേ? എണ്ണി എണ്ണി എടുക്കാം പ്രവാചകന്റെ വാക്കുകൾ. നമ്മുടെയൊക്കെ വാക്കുകൾ എണ്ണാൻ നിന്നാൽ എന്താണ് അല്ലെ, ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു പോകുന്ന തരത്തിലാണ് നമ്മളൊക്കെ വായാടികളെ പോലെ സംസാരിക്കുന്നത്. അപ്പൊ നാവിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും, ഇല്ലെങ്കിൽ അന്ത്യനാളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അനുജന്മാരെ ഉണർത്താറുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും, അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു കുന്തത്തിന്റെ അകലം മാത്രം അവശേഷിക്കുവോളം. മനസ്സിലായില്ല? ഒരാൾ ഒരുപാട് സൽക്കർമ്മം ചെയ്യാണ്, എന്നിട്ട് അയാൾക്കും സ്വർഗത്തിന്റെ ഇടയിൽ ഒത്തിരി ഒരു ബാക്കിയും കൂടി അത്രയും അടുത്തെത്തും. അങ്ങനെ ഇരിക്കെ അയാൾ ഒരു വാക്ക് പറയും, അക്കാരണത്താൽ സനാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാൾ വിദൂരമായ അകലത്തേക്ക് അയാൾ അകറ്റപ്പെടും. മനസ്സിലായില്ലേ? എത്ര ഗൗരവം! ആ ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ഒരുപാട് മുന്നിലാണെങ്കിലും ആ വാക്ക് കാരണം അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വിദൂര സ്ഥലത്തേക്ക് അകറ്റപ്പെടുന്ന രീതിയിലായി മാറുമെന്നാ പറയുന്നത്. അതായത് നാം നിസ്സാരങ്ങളെന്ന് കരുതി ഉച്ചരിക്കുന്ന ചില വാക്കുകൾ പോലും ചിലപ്പോൾ സമൂഹത്തിൽ വമ്പിച്ച കോളിളക്കമുണ്ടാക്കാൻ കഴിയും. അബദ്ധത്തിൽ പറഞ്ഞു പോയ ഒരു വാക്ക് മൂലം ജീവിതം തന്നെ തകിടം മറിഞ്ഞ എത്ര ആളുകളുണ്ട്. ചില വാക്കുകൾ സമൂഹത്തിൽ അവസാനിക്കാത്ത കലാപങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമായി തീരാറുണ്ട്. നേരെ മറിച്ചും സംഭവിക്കാവുന്നതാണ്. ഒരു നല്ല വാക്ക് സമൂഹത്തെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും നന്മയിലേക്കുള്ള അനേകം കവാടങ്ങൾ തുറക്കാൻ നിമിത്തമാവുകയും ചെയ്യും. വെറുപ്പും വിദ്വേഷവും മറന്ന് ആളുകൾ ഒന്നിക്കാൻ സ്നേഹപൂർണമായ ചില വർത്തമാനങ്ങൾ മതി. സമൂഹത്തിൽ നല്ല ചലനങ്ങൾക്ക് നിമിത്തമാവുന്ന വാക്കുകൾ അത് മൊഴിഞ്ഞ വ്യക്തിക്ക് ഗുണകരമായി ഭവിക്കുകയും ചീത്തയായ കാര്യങ്ങൾക്ക് പ്രചോദനമാകുന്ന വാക്കുകൾ അത് പറഞ്ഞവന് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. ഇതില് ഈ ഒരു ഇപ്പൊ ഞാൻ വായിച്ച ഈ ഒരു കാര്യം വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അതായത് ചില വാക്കുകൾ സമൂഹത്തിൽ വമ്പിച്ച കോളിളക്കമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കാലത്ത് വാക്കുകളെക്കാളും ഗൗരവമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ എഴുത്തുകളും അല്ലെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നാവിന് പകരം നമുക്ക് നമ്മുടെ ചൂണ്ടുവിരലിനെ പറയാം. ചൂണ്ടുവിരൽ കൊണ്ട് നമ്മൾ ഒരുപാട് മൊബൈലിലൂടെ തോണ്ടിയിടുന്ന ഒരുപാട് സമയം കൊല്ലിയും റീൽസ് കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങളൊക്കെ വിരലിൽ ആണ് നമ്മളെ നീക്കി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ വിരലാണ് നമ്മള് ചാറ്റ് ചെയ്യിപ്പിക്കാൻ, ടൈപ്പ് ചെയ്യാനും അല്ലെ, അതിനൊക്കെ നമുക്ക് നമ്മുടെ ഒരു നിലപാട് സോഷ്യൽ മീഡിയയിൽ അല്ലെ സമൂഹത്തിൽ നമ്മൾ പതിക്കുന്നത് നമ്മുടെ വിരലുകളിലൂടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെന്റൻസ് തന്നെ സമൂഹത്തിൽ കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും അല്ലെ. ഇപ്പൊ അടുത്ത് തന്നെ ഒരു വലിയ മുഖ്യമന്ത്രി മരണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി എഴുതിയ ഒരു വിഷയം അല്ലെ, ആ ഒരു വിഷയം ആ കുട്ടി വളരെ നിസ്സാരമെന്ന് കരുതി എഴുതിയ ഒരു കാര്യമാണ്. പക്ഷെ വലിയ കോളിളക്കം ഉണ്ടാക്കി അയാളുടെ ആ മകന്റെ പിന്നെ മോന്റെ ഉപ്പാനെ പോലും
ഒരേത് സംഘടനയിലുള്ള നേതാവിന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ ഒരു 5 വരിയുള്ള ഒരു വാക്കാണ് ഇത്രയും കോളിളക്കം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ആ മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞ വാക്കുകളും എന്തോരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം അല്ലെ. അപ്പൊ എത്രയാണ് ചില വാക്കുകൾ സമൂഹത്തിൽ വമ്പിച്ച കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വളരെ സത്യമാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചുമുണ്ട്. ചില ആളുകളുടെ നല്ല വാക്കുകളായിരിക്കും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കിയിട്ടുണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ എടുത്ത് പോവാറുണ്ട് അല്ലെ. ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾ ഉണ്ടാവും, മക്കളുമായി വിഷയങ്ങൾ ഉണ്ടാവും, ഒക്കെ സൈക്കോളജിസ്റ്റുമായി അടുത്ത് കൂടിയിരുന്ന് കുടുംബത്തിലുള്ള ആളുകൾ മൊത്തം ഒരുമിച്ചിരുന്ന് ഒരാൾ അവരോട് സംസാരിക്കുകയാണ്, സൈക്കോളജിസ്റ്റ് സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറും നിങ്ങളുടെ തോന്നലുകളാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് ഇന്ന ഉദ്ദേശത്തിലായിരുന്നു, ഇത്ര വലിയ സീരിയസ് ആക്കി നീ എടുക്കേണ്ടതില്ല എന്ന് മറ്റൊരാള് പറഞ്ഞു തരുമ്പോഴാണ് ആ വലിയ ബന്ധങ്ങൾ വിണ്ടുപോയതിന്റെ ഒരു ചെറിയ വാക്കിന്റെ ഒരു വില അല്ലെ. ആ വാക്കായിരിക്കും പക്ഷെ ആ ഭാര്യ ഭർത്താവ് തമ്മില് അകറ്റി. ആ ഒരു വാക്കിന് ശേഷം പിന്നെ നമ്മുടെ ചിന്തകളിലൊക്കെ പിശാചം വന്നിട്ടുണ്ടാവും. എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് പിശാച് ഒരുപാട് അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് അല്ലെ, ആ ഭർത്താവ് പറഞ്ഞ ഈ വാക്കിന്റെ കൂടെ ഒരുപാട് ചിന്തിച്ചു കൂട്ടും. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തത് ഒരു പക്ഷേ ആ ഇതിന്റെ ഉദ്ദേശത്തിലായിരിക്കും. അതായത് അദ്ദേഹം ചെയ്ത നന്മകളെയൊക്കെ പിന്നെ നെഗറ്റീവ് ആയിട്ട് ഈ വാക്കിനോട് കണക്ട് ചെയ്തിട്ടാ നമ്മൾ ചിന്തിക്കുക. അതാരാണ്? പിശാച് തന്നെയാണ് അവിടെ ഇടപെടുന്നത്. അതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. വൈകാരികമായിട്ട് നമ്മളിങ്ങനെ തിളച്ച് പറയും ഈ പറഞ്ഞ വാക്ക് ആലോചിച്ചിട്ട്. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്ന നല്ല വാക്കുകളാണ് നമ്മളെ പിന്നീട് നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ, നല്ല വാക്കുകൾ എത്രമാത്രം ഊഷ്മളമാക്കി ആ ബന്ധങ്ങളെ എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് വാക്കുകൾക്ക് 2 തലയും മൂർച്ചയുള്ള തരത്തിലാവാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി പറഞ്ഞ മറ്റൊരു വാക്ക്, ഇത് ഹദീസിന്റെ സെയിം ആണ്, ഞാൻ വായിക്കുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുൻഗാമികൾ നാവിനെ വളരെ കരുതി മാത്രം ഉപയോഗിക്കുന്നവരായിരുന്നു. അവർ കുറ്റകരമായ വാക്കുകൾ പറയാതിരിക്കുകയും അനിയന്ത്രിതമായ സംസാരത്തെ കടിഞ്ഞാണിടുകയും ചെയ്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, അദ്ദേഹം പറയുന്ന നമുക്കറിയാലോ, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണാധികാരി, അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, പെരുമ പറച്ചിലോ ഊറ്റപ്രകടനമോ വന്നു പോകുമെന്ന് പേടിച്ചാണ് ഞാൻ അധിക സംസാരവും ഒഴിവാക്കുന്നത്. ഇത് എത്ര ഗൗരവമായ വാക്കാണെന്നറിയോ? അദ്ദേഹം പറയാണ്, അദ്ദേഹം പലപ്പോഴും സംസാരിക്കാതിരിക്കുന്നത് സംസാരിക്കണ്ട എന്ന് വിചാരിക്കുന്നത്, സംസാരിക്കുന്നതിന് മുന്നേ അയാൾ ചിന്തിക്കുകയാണ്, പടച്ചവനെ ഞാനിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? ഒന്നില്ലേ എന്നെ കുറിച്ച് പെരുമ പറയലോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കരാന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഊറ്റപ്രകടനമോ ആയിപ്പോന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം മിണ്ടാതിരിക്കുക. അധിക സംസാരങ്ങളും അദ്ദേഹം ഒഴിവാക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ചിന്തയിൽ നിന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇതിന്റെ ഇടയിൽ ഇട്ട് സംസാരിക്കുമ്പോൾ, ഗ്രൂപ്പുകളിൽ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ശരിക്കും പറയുന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നുകിൽ പെരുമ പറച്ചിലാവും, അല്ലെങ്കിൽ ഊറ്റപ്രകടനമാവും. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മതി, ഞാൻ എന്തിനിത് പറയുന്നു. അപ്പൊ അങ്ങനത്തെ സംസാരങ്ങൾ ഒഴിവാക്കാൻ നിന്നാൽ നമുക്ക് പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല അല്ലെ. അത്രയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ ശരിക്കും അത് തന്നെയായിരിക്കും. പണ്ഡിതനായ ഹാത്തിമുബുൽ അസം പറയുന്നു, അള്ളാഹുവിന് നൽകാൻ ഒരു ഉത്തരം കണ്ടുവെക്കാതെ ഞാനൊരു വാക്കും പറയില്ല. അന്ത്യനാളിൽ അള്ളാഹു എന്നോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് പറയാൻ കഴിയണം, നാഥ ഇന്ന കാരണത്താലാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന്. നോക്കൂ, ഈ പണ്ഡിതന്മാര്, മുൻഗാമികൾ എന്നോട് വിശേഷിപ്പിച്ച ഈ പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, വളരെയധികം ആഴത്തിൽ അറിവുള്ള ആളുകളാണ്. ഇവരൊക്കെ വിനയാന്യതരും കുറഞ്ഞ സംസാരം അല്ലെ, സംസാരം കുറച്ച് സംസാരിക്കുന്നവരുമായി മാറിയത് എന്തുകൊണ്ടാ? അവരെന്തുകൊണ്ടായത്? അവര് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനിത് പറയണം? ഈ പറഞ്ഞതിന് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരു ഉത്തരം എനിക്ക് പറയാനുണ്ടാവണം. അള്ളാഹുവെ റബ്ബേ, ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത് അവരോട് എന്ന് പറയാൻ എനിക്ക് ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് പറയുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണ് അവര് പറയാറ്. വാക്കുകൾ മൊഴിയുമ്പോൾ കൈക്കൊള്ളേണ്ട സൂക്ഷ്മതയും മുൻകരുതലും ഏതു വിധത്തിലാവണമെന്ന് ഇമാം ഹസനുൽ ബസരി വിശദീകരിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം പറയുന്നു, ബുദ്ധിശാലിയുടെ നാവ് അയാളുടെ ഹൃദയത്തിന് പിറകിലായിരിക്കും. സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഹൃദയത്തോട് അയാൾ സമ്മതം ചോദിക്കും.
അനുവദിച്ചാൽ സംസാരിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അവിവേകിയുടെ ഹൃദയം അയാളുടെ നാവിൻ തുമ്പിലായിരിക്കും, ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയേയില്ല. നാവിൽ എന്ത് വന്നുവോ അത് വിളിച്ചു പറയും. ഇത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് നോക്കൂ. ഈ അവിവേകി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് നാവിന്റെ തുമ്പത്താണ്. മനസ്സിലായില്ലേ? ഒരു വിവേകമില്ലാത്തവന്റെ ഹൃദയം നാവിന്റെ തുമ്പത്ത്. അതായത് നാവിൽ എന്താണോ വരുന്നത് അതൊക്കെ വിളിച്ചു പറയും. എന്നാൽ ഒരു ബുദ്ധിശാലിയുടെ നാവെന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ബേക്കിലാ നിൽക്കുന്നത്. അപ്പോ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മുന്നിലുള്ള ഹൃദയത്തോടൊന്ന് അനുവാദം ചോദിക്കും. എനിക്കിത് പറയാൻ ഓക്കെ ആണോ എന്ന് ഹൃദയത്തോടൊന്ന് ചോദിച്ച് ആ ഹൃദയം ഒന്ന് ചിന്തിച്ച് ചിന്തയിലൂടെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് നാവെന്ന ആ വായിലൂടെ ഓട്ടയിലൂടെ എന്തൊരു വാക്കും പുറത്തു വരുന്നതിന് മുന്നേ 1-2 പ്രാവശ്യം അള്ളാഹ് നൽകിയ ബുദ്ധി വെച്ച് ചിന്തിച്ച് ആണ് ആ ഒരു വിവേകി സംസാരിക്കുന്നത്. മറ്റവനോ നാവിന് തുമ്പത്ത് വരുന്ന അപ്പോഴേ പുറത്തേക്ക് എറിയാണ്. എന്താ ഏതാ ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അയ്യോ അത് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും അത് പറഞ്ഞു കഴിഞ്ഞ് അത് കൊള്ളേണ്ട അടുത്തൊക്കെ കൊണ്ട് മറ്റുള്ള ഹൃദയത്തിൽ വേദനയായി വന്ന് അത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല, ഇല്ലേ? നമുക്ക് പുറത്തേക്ക് ഇട്ട വാക്ക് പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും കഴിയില്ല. അത് കൊള്ളവടത്ത് കൊണ്ടു കഴിഞ്ഞു. ഇനി അതിന്റെ ആ പ്രതിഫലനം ആക്കണമെങ്കിൽ പക്ഷെ ഒരുപാട് വർഷങ്ങൾ എടുക്കും ഒരു പക്ഷെ. അപ്പൊ ചുരുക്കത്തിൽ നാവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഒരാളുടെ ഇഹപര സൗഭാഗ്യങ്ങളെ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമാണ്. അത്രയൊന്നും കാര്യമാക്കാതെ നാം പറഞ്ഞു പോകുന്ന വാക്കുകൾ പോലും നമ്മുടെ ദീനിനെയും ദുനിയാവിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് മേൽക്കൊടുത്ത വചനങ്ങളിൽ കാണുകയുണ്ടായി. അള്ളാഹുയിലും വേറെ ഹദീസാണ്, അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന പ്രസിദ്ധമായ തിരുവചനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വേറെ ഒരിക്കൽ പ്രവാചകൻ പറയുകയാണ്, പശുക്കൾ അയവിറക്കും പോലെ നാവ് കൊണ്ട് അയവിറക്കി വായാടിത്തത്തോടെ വർത്തമാനം പറയുന്നവരോട് തീർച്ചയായും അള്ളാഹു കോപിക്കുന്നതാണ്. അതായത് ഈ ഹദീസിൽ പറയുന്നത് വളരെ ഗൗരവമായ വാക്കുകളാണ്. അതായത് പശുക്കൾ അയവിറക്കുക, അല്ലെ? നമുക്കറിയാലേ പശുക്കൾ അയവിറക്കുന്നത് എപ്പോഴും ഇങ്ങനെ വായ ചമച്ചുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ ചമച്ചിങ്ങനെ പശുക്കൾ അയവിറക്കുക എന്നതിന് പറയാം. അതുപോലെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരെ നാവിന് ഒരു റെസ്റ്റും ഉണ്ടാവില്ല. എപ്പോ നമ്മൾ നോക്കിയാൽ അവരെ ചുണ്ടുകൾ തുറന്നിട്ടുണ്ടാവുക, നാവുകൾ അനങ്ങിയിട്ടുണ്ടാവുക, പശുക്കൾ അയവിറക്കുന്നത് പോലെ. അപ്പൊ അതായത് വായാടികൾ എന്ന് നമ്മൾ ഒറ്റ വാക്ക് പറയണം, വായാടിത്തത്തോടെ വർത്തമാനം പറയുന്നവരോട് തീർച്ചയായും അള്ളാഹു കോപിക്കും. അപ്പൊ ഇത് ഇസ്ലാം വിലക്കിയ നിരവധി തെറ്റുകളിലേക്ക് തുറന്ന കവാടമാണ് അനാവശ്യ സംസാരം. അനിയന്ത്രിതമായ സംസാരമാണ് അധികം കുഴപ്പങ്ങൾക്കും വഴിവെക്കുന്നത്. അതായത് ഇവിടെ മറ്റൊരു ഹദീസ് പ്രവാചകൻ പറയുന്നു, ആരുടെ സംസാരം അധികരിച്ചുവോ അവന്റെ വീഴ്ചകളും അധികരിക്കും. വീഴ്ചകൾ അധികരിച്ചാൽ കുറ്റങ്ങളും വർദ്ധിക്കും. കുറ്റങ്ങൾ പെരുകിയാൽ നരകാവകാശിയായി തീരുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആരുടെ സംസാരം അധികരിച്ചുവോ അവന്റെ വീഴ്ചകൾ അധികരിക്കും. ഇവിടെ പ്രവാചകൻ പറഞ്ഞില്ല ആരുടെ ചീത്ത സംസാരം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരുടെ ചീത്ത സംസാരം അധികരിച്ചുവോ എന്നല്ല പറഞ്ഞത്, മറിച്ച് സംസാരം അധികരിച്ചാൽ തന്നെ വീഴ്ച കൂടുന്നാ പറയുന്നേ. നമ്മൾ പറയും, സാധാരണ ചില ആളുകൾ ന്യായം പറയാറുണ്ട്, അതിനെന്താ ഞാൻ സംസാരിക്കുന്നത് എന്തിനാ നിർത്തുന്നത്, ഞാൻ നല്ലതല്ലേ പറയുന്നത്, ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, എന്ത് തെറ്റാ നിങ്ങൾ പറയും ഞാൻ സംസാരിക്കുന്നതിലുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ ഹദീസിൽ ചീത്ത സംസാരം അധികരിക്കുന്നു എന്നല്ലേ പറയണ്ട. അങ്ങനെയല്ല, ഒരാളുടെ സംസാരം കൂടുന്തോറും അയാളുടെ വീഴ്ചകൾ അധികരിച്ചു കൊണ്ടേയിരിക്കും. വീഴ്ചകൾ കൂടിയാൽ തീർച്ചയായും തെറ്റുകൾ കൂടും, കുറ്റങ്ങൾ പെരുകിയാൽ നരകാവകാശിയായി തീരും. അപ്പൊ ഇവിടെയാണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അനാവശ്യ സംസാരം തന്നെ ഒഴിവാക്കലാണ് ഒരു മുഅ്മിന് ഏറ്റവും യോജിച്ചത്. ഒരിക്കൽ ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അയാളുടെ സംസാരത്തിൽ കടുത്ത അതൃപ്തി തോന്നിയ റസൂൽ അയാളോട് ചോദിച്ചു, താങ്കളുടെ നാവിന് എത്ര മറകളാണുള്ളത്? അയാൾ പറഞ്ഞു, എന്റെ പല്ലുകളും 2 ചുണ്ടുകളും. അവിടുന്ന് ചോദിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് അവയ്ക്ക് നിന്റെ സംസാരത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല? മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ അരോചകമായി തോന്നിയവ ചോദിക്കുകയാണ്, നിന്റെ വായിൽ എത്ര കാവൽക്കാരാണുള്ളത്, നിന്റെ നാവിനെ പിടിച്ചിരുന്ന പല്ലുകളും ചുണ്ടുകളും അവിടെ ഉണ്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, ആ ചുണ്ടുകളും പല്ലുകളും വരെ ആ നാവിന്റെ മുന്നിൽ ഒരു കോട്ട പോലെ ഉണ്ടായിട്ട് അതിനും നിന്റെ നാവിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലേ എന്നാ പ്രവാചകൻ ചോദിക്കുന്നത്.
ഒന്ന് ഇങ്ങനെ കടിഞ്ഞാൻ ഊരിവിട്ട പോലെയുള്ള സംസാരം. വായാടികളും സംസാരപ്രിയരുമായ സംസ്കാര ശൂന്യരായ ആളുകളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്. അത് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, പാരത്രിക ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്നോട് സമീപസ്ഥരായ ആളുകൾ നിങ്ങളിലെ സൽസ്വഭാവികളായിരിക്കും. എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവരും എന്നിൽ നിന്ന് വിദൂരസ്ഥരുമായ ആളുകൾ വായാടികളും അഹങ്കാരികളും കൃത്രിമത്വം കലർത്തി സംസാരിക്കുന്നവരുമായ നികൃഷ്ട സ്വഭാവികളുമായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? പ്രവാചകൻ പറയാണ്, പരലോകത്ത് എന്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ആൾ സൽസ്വഭാവി. അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ തുലാസികളിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാര്യം സൽസ്വഭാവമാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക സൽസ്വഭാവത്തിനാണ്. അത് പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരും സമീപമായിട്ടിരിക്കുന്നവരും സൽസ്വഭാവികളാണ്. സൽസ്വഭാവി എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആളുകളല്ല കേട്ടോ. അത് നമ്മളുടെ തെറ്റായ ധാരണയാണ്. അവർ വളരെ യുക്തിയോടുകൂടി സംസാരിക്കുകയും ബുദ്ധിയോടുകൂടിയും പറയേണ്ടത് പറയേണ്ടടുത്ത് പറയേണ്ട സമയത്തെ അവർ പറയുകയുള്ളൂ. അല്ലാതെ അസമയത്ത് അസമയത്ത് പറയേണ്ട വാക്കുകൾ ചില വാക്കുകൾ ചില സന്ദർഭങ്ങളിൽ പറയുന്നത് ഭയങ്കര ഗൗരവമാണ്. എന്നാൽ അതേ വാക്ക് വേറെ ഒരു സമയത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത വാക്കായിരിക്കും. പക്ഷെ ഓരോ വാക്കും ഏത് സമയത്ത് ആരോട് എങ്ങനെ എപ്പോ പറയുന്ന രീതി അടക്കം ആ ഒരു എന്താ പറയാ വളരെ അധികം കോളിളക്കം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പറയുന്ന വാക്ക് മാത്രമല്ല, ആ രീതി, അതിന്റെ ഒരു സൗണ്ടിന്റെ ഒരു ഗൗരവം, അത് വളരെ ലോലമായി പറയുന്നതാണോ, ചിരിച്ചുകൊണ്ട് പറയുമ്പോ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം കുറഞ്ഞു അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ഒരു എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ ആ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ ഒരു മാസം കൂടി ഉള്ളപ്പോ നമ്മൾ പേടിച്ചാ പോകുന്നത്. കടത്തി വിടോ, 6 മാസം വാലിഡിറ്റി ആണല്ലേ എന്ന് ഇങ്ങനെ ഇങ്ങനെ അവിടെ കൗണ്ടറിൽ എമിഗ്രേഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ആളൊന്ന് ചിരിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഇതങ്ങ് പോവില്ലേ? അതായത് അയാൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അയാളൊന്ന് ചിരിച്ച് നമ്മളെ പാസ്പോർട്ടൊക്കെ നോക്കി ഒന്ന് ചിരിച്ച് തന്നെ നമുക്ക് എന്താവും, നമ്മളുടെ മനസ്സിൽ നിന്ന് വലിയൊരു ആദ്യം അങ്ങ് പോയ പോലെ ഉണ്ടാവും. കാരണം കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ അവിടെ വരികയാണ്. അപ്പൊ നമ്മുടെ സംസാരങ്ങളിലെ ചിരി ഇതൊക്കെ തന്നെ ആ ഒരു വാക്കുകളുടെ ഗൗരവം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞത് പ്രവാചകന്റെ ഏറ്റവും നികൃഷ്ടരായെന്ന് പറയുന്നത് എന്താണ്? ഈ അഹങ്കാരികൾ കൃത്രിമത്വം കലർത്തി സംസാരിക്കുക എന്ന് പറഞ്ഞില്ലേ? പ്രവാചകന്റെ അടുത്ത് നിന്ന് വളരെ വിദൂരമായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമാണ് കൃത്രിമത്വം കലർത്തി സംസാരിക്കുക. അത് ഏറ്റവും കൂടുതൽ കാണേണ്ട എവിടെയാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓരോ വീഡിയോകളിലും ഓരോ ആളുകളും പറയുന്നത് അവരെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക പെരുമ പറച്ചിലും ഊറ്റം കൊള്ളലും കൃത്രിമത്വവും കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഓരോ ആളുകളുടെ ഈ സംസാരത്തിൽ നിന്നാണ് അല്ലെ? പലതരത്തിലുള്ളതാണ്. ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ അല്ല പറയുന്നത്. ആളുകൾക്ക് നന്മ ചൊരിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി വ്യൂസ് കൂട്ടാൻ വേണ്ടി, ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂസും ഫോളോവേഴ്സും കിട്ടാൻ വേണ്ടി എന്തോരം കാര്യങ്ങളാണ്. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് ഊറ്റം കൊണ്ടും അല്ലെ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ കാര്യം അല്ലെ, ഒട്ടും നാച്ചുറാലിറ്റി ഇല്ലാത്ത സംസാരം, അവരുടെ ജീവിതവും അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇവര് തന്നെയാണോ അവർ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള സംസാരവും പ്രകടനവുമാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് പോലും അറിയാൻ പറ്റാത്ത കാലം അല്ലെ? എവിടെയാണ് ശരിക്കും തെറ്റാണോ നന്മയാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത അത്ര ഇങ്ങനെ പ്രസരിച്ച് നടക്കുകയാണ്. നന്മയും തിന്മയും അറിയാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. വളരെ ബുദ്ധിമുട്ടാണ് തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഹദീസില് സംസാരത്തെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ അവസാനമായിട്ട് ഈ ഹദീസിന് അവസാനം പറഞ്ഞത് സ്വർഗത്തെ തടയുന്ന രണ്ടാമത്തെ ഒരു കുറ്റം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ വിലക്കുക എന്നതും ഒരാളുടെ സ്വർഗപ്രവേശനത്തെ അസാധ്യമാക്കുന്ന കാര്യമാണ്. അത് സൂറത്തുൽ മാഊൻ ഇല്ലേ, വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാർ? അവർ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നു. അല്ലദീന യുറാഊന വയംനഊനൽ മാഊൻ. അവരെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉപകാരങ്ങളെ പോലും തടയുന്നവരാണ്. അങ്ങനെയുള്ളവർ നമസ്കരിച്ചിട്ട് അവർക്ക് നാശമാണെന്നാ പറയുന്നത്. അങ്ങനെയുള്ള നമസ്കാരം ശരിയായ നമസ്കാരം അല്ല.
അതായത് അവർക്കൊരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഒരു നന്മ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരാള് കയ്യിലൊരു സാധനം നീ പോകുന്ന വഴിയിൽ ഇത് അങ്ങോട്ട് കൊടുക്കണേ എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഇത് എത്ര ആലോചിച്ച് നോക്കും. അവർക്ക് സാമ്പത്തിക നഷ്ടമോ സമയനഷ്ടമോ ഒന്നുമില്ല. അത്രയും ചെറിയൊരു ഉപകാരമാണ്. എന്നാലും ചെയ്യില്ല. അതെന്തോ ഒരു ബുദ്ധിമുട്ട്. അതൊരു ബുദ്ധിമുട്ട്. ശരിക്കും നമുക്കതിനെ കൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. ഞാനതിപ്പോ അവിടെ പാസ് ചെയ്തുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ ഒരാൾക്ക് നന്മ ചെയ്യുക എന്നുള്ള അതൊരു നന്മയാണെന്നുള്ള തരത്തിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കണം. പക്ഷെ ആ നന്മയെ പോലെ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അയാൾക്ക് ഒരു ഉപകാരം കിട്ടുന്ന പോലെ അവർക്ക് പ്രയാസമാണ്. അത്തരത്തിലുള്ള ഉപകാരങ്ങളെ തടയുന്ന ആള് ശ്രദ്ധിക്കേണ്ടത് അവരൊരു ആണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഖുർആൻ അത്രയും ഗൗരവമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ചെറിയ ഉപകാരങ്ങളെ തടയുന്നവരാണവർ. അതായത് ഈ മാഊൻ എന്നാണ് അതിന്റെ ചെറിയ ചെറിയ ഉപകാരങ്ങൾക്ക് പറയുന്ന മാഊൻ എന്നുള്ള പ്രയോഗമാണ് സൂറത്തുൽ മാഊനില്. അതായത് അന്യർക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ സാമൂഹിക ജീവിതത്തിൽ ഈ ഉപകാരങ്ങൾക്ക് നിസ്സാരമെങ്കിൽ പോലും വലിയ പ്രാധാന്യമുണ്ട്. അത് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ ഊഷ്മളവും കെട്ടുറപ്പുമുള്ളതുമാക്കി നിലനിർത്തുന്നത് നിസ്സാരമെന്ന് നാം കരുതുന്ന ഇത്തരം കാര്യങ്ങളാണ്. അതായത് വളരെ നിസ്സാരമായിരിക്കും, പക്ഷെ അത് ചെയ്താലാണ് ആ വ്യക്തികൾ തമ്മിൽ നല്ലൊരു ഇഷ്ടം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ അയൽവാസികളാണെങ്കിൽ ല്ലേ, ഒന്ന് അങ്ങോട്ട് പോകുമ്പോ ഞാനിങ്ങനെ പോകുന്നു എന്ന് പറയാ, ഒരു യാത്ര പറയാ, അങ്ങനെയൊക്കെ ഒരു അല്ലെ നമ്മളൊരു യാത്ര പോകുമ്പോൾ മറ്റുള്ളവരോടൊന്ന് പറയാ ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അറിയിക്കുന്ന വലിയ ഉപകാരം ഗുണവും ദോഷമൊന്നും ഇല്ലെങ്കിലും സ്റ്റിൽ എന്താകും അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഇഷ്ടം കൂടും. അവൾ എന്നെ ഒന്ന് പരിഗണിച്ചല്ലോ, ഞാൻ പറഞ്ഞത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ അല്ലെ. ആ ബന്ധങ്ങളൊന്ന് നല്ലോണം ഉറപ്പുള്ളതാക്കി കൊണ്ടുപോകാൻ സഹായിക്കും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും. പക്ഷെ അത് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ മുസ്ലിം സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറയണം, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, നിങ്ങളിൽ ഒരാളും തന്റെ അയൽവാസിക്ക് നൽകുന്ന ഒരു ദാനവും നിസ്സാരമായി കാണരുത്. അതൊരു ആടിന്റെ കുളമ്പാണെങ്കിൽ പോലും. അന്യർക്ക് വേണ്ടി ഇത്തരം ചെറിയ ഉപകാരങ്ങൾ പോലും ചെയ്യാൻ കൂട്ടാക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി വായാടികളായി ജീവിക്കുന്ന നിരവധി ആളുകളെ സമൂഹത്തിൽ കാണാം. അവർ എത്രയധികം ആരാധനകളും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്നവരാണെങ്കിലും ദൈവസന്നിധിയിൽ അവന്റെ കാരുണ്യത്തിനോ അനുഗ്രഹത്തിനോ അർഹരല്ലെന്നുള്ള ശക്തമായ താക്കീതാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. രക്തസാക്ഷികൾക്ക് പോലും രക്ഷയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ പറയുന്നത് ഇത്രയും ചെറിയ ഉപകാരങ്ങൾ പോലും ചെയ്യാതെ വായാടികളായി സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ആളുകൾ എത്ര സൽക്കർമ്മങ്ങളും സ്വന്തമായ ആരാധനകളിലൊക്കെ വലിയ ഇതൊക്കെ പുലർത്തുന്നവരാണെങ്കിലും അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാന്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പോലെ ആവരുത്, വായാടികളാവരുത്, ചെറിയ ഉപകാരങ്ങൾ നിൽക്കരുത്. ഇവിടെ ഇതൊക്കെ വളരെ പ്രസക്തമായി ഹദീസ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഈ കാലഘട്ടത്തില് വളരെയധികം പ്രസക്തമായ ഒരു ഹദീസാണിത്. അത് നാവ് കൊണ്ട് പറയാ എന്നതിലുപരി ഇപ്പോഴത്തെ കാലഘട്ടത്തില് എന്താ പറയാ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ഉള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. ആളുകള് ശരിക്കും ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. വളരെയധികം പ്രയാസമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വ്യക്തി നമ്മളായിട്ട് ഇടപഴകുന്ന വളരെ വായാടിത്തായിട്ട് സംസാരിക്കുന്ന സംസാരത്തിൽ നമ്മൾ വിചാരിക്കും ഇവര് എന്തൊരു നല്ല സ്വഭാവവും എന്തൊരു നല്ല വ്യക്തിത്വമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ അവരുടെ ജീവിതത്തിന് മറുപുറം കണ്ടു കഴിഞ്ഞാൽ ഇവരാണോ ഈ സംസാരിക്കുന്നത് എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകൂല. ഒരാളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകൻ 2-3 കാര്യം ഉണ്ടല്ലോ. ഒരാളുമായി സഹവസിക്കുക, ഒരാളുമായി സാമ്പത്തിക ഇടപാട് നടത്തുക, അല്ലെ, ഒരാളുമായി യാത്ര ചെയ്യുക, ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരാളുടെ വ്യക്തിത്വം എന്താണ്, അവരെന്താണ് ശരിക്കും നാച്ചുറലി അവരുടെ ശരിക്കുള്ള പ്രകൃതിപരമായ അവരുടെ സ്വഭാവം എന്താണ്, ഉള്ളിലുള്ള സ്വഭാവം എന്താ നമുക്ക് ശരിക്കും മനസ്സിലാവുക പൈസയുമായൊക്കെ ഇടപഴകുമ്പോഴാണ്. ചെറിയ പൈസ ഒക്കെ ഇടപെടുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മള് പ്രാചീൻ പറഞ്ഞ 3 മെത്തേഡാണത്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുള്ള ആളുകൾ. അല്ലാതെ ഈ നാവ് കൊണ്ടുള്ള ഈ പ്രസരിപ്പും പറച്ചിൽ കൊണ്ട് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് നമ്മളധികം ഫേക്കിന്റെ ഒരു കാലഘട്ടം, ഫേക്ക്. അപ്പൊ അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ ഒരു മുഅ്മിനാണെന്ന് പറയുമ്പോ നമ്മുടെ സ്വഭാവം എന്താണ് നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മളൊരു ഫേക്കായി മാറുന്നുണ്ടോ നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതം സത്യസന്ധമാണോ, നമ്മുടെ സംസാരം അതുപോലെ സത്യസന്ധമാണോ, മറ്റുള്ള ഇടപെടലുകൾ സത്യസന്ധമാണോ, അവരെ കാണുമ്പോഴുള്ള നമ്മുടെ സ്വഭാവം തന്നെയാണോ, അവര് നമ്മളെ കാണാത്തപ്പോ അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്നുള്ള സത്യസന്ധമാണോ, ഇതൊക്കെ നമ്മൾ നോക്കണം. ജീവിതത്തിൽ മുഴുനീളെ ആരും കാണാത്ത സമയത്തും എല്ലാവരും കാണുന്ന സമയത്തും സത്യവിശ്വാസി ആയിരിക്കുക. സംസാരത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ഉള്ളത് ഒരു സത്യവിശ്വാസിയുടെ
ശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നല്ല മുഅ്മിനുകൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ സത്യവിശ്വാസികളായി ജീവിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ